നമസ്കാരം. ഈ കാണുന്ന ഊളയില്ലേ, കാഷായ വസ്ത്രം ധരിച്ചിട്ടുള്ള ആസാമി എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവൻ, ഇവന്റെ തന്തയ്ക്കോ അല്ലെങ്കിൽ ഇവന്റെ തള്ളയ്ക്കോ സ്ത്രീധനം കിട്ടിയതാണോ ഈ ഭാരതപ്പുഴ? അല്ല, എനിക്ക് മനസ്സിലാകാത്തോണ്ട് ചോദിക്കുകയാണ്. ഇനി അതല്ല, ഇനി ഏതെങ്കിലും സംഘികൾക്കും അല്ലെങ്കിൽ ഏതെങ്കിലും കൃസംഖികൾക്കും അവരുടെ പെണ്ണും പിള്ളയ്ക്ക് അച്ചാരം കിട്ടിയതാണോ ഈ ഭാരതപ്പുഴ? ഒന്നുമല്ല. ഞാനിത് പറയാനായിട്ടുള്ള കാരണം എന്താണെന്നുള്ളത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം കുംഭമേളയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. അതായത് മലപ്പുറം ജില്ലയിൽ കുംഭമേള നടത്താൻ മുസ്ലിങ്ങൾ സമ്മതിക്കത്തില്ല എന്നാണ് ഈ വർഗീയ ഫാസിസ്റ്റുകളായിട്ടുള്ള ഈ വൃത്തികെട്ട നാറികൾ വന്നിരുന്നുകൊണ്ട് ഇങ്ങനെ കുരയ്ക്കുന്നത്. കാഷായ വസ്ത്രവും ധരിച്ചിട്ട് വായിൽ നിന്ന് വരുന്ന തെമ്മാടി തരത്തിന് മറുപടി കൊടുക്കാതിരിക്കും, നമ്മൾ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഈ കാഷായ വസ്ത്രം ധരിക്കുന്നതാണെങ്കിലും വെള്ള വസ്ത്രം ധരിക്കുന്നതാണെങ്കിലും ഇപ്പോൾ ഒരു ഉസ്താദ് ആകുകയാണെന്നുണ്ടെങ്കിലും അവര് പാലിക്കേണ്ട ചില മര്യാദകളുണ്ടല്ലേ. കാരണം അവര് സാധാരണ ജനങ്ങളെപ്പോലല്ല, മറ്റുള്ള ആളുകൾക്ക് നന്മ പകർന്നു കൊടുക്കേണ്ട ആളുകളാണ് ഇവരെ പോലുള്ളവർ. പക്ഷേ ഈ ഇരിക്കുന്ന വേട്ടാവളിനുണ്ടല്ലോ, ഈ ആസാമി എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവൻ, ഇവൻ പണ്ടും ഇവിടുത്തെ ഇസ്ലാം മത വിശ്വാസികളെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള ഇവനൊക്കെ ഈ നാട്ടിൽ വർഗീയ കലാപം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ ഈ കാണുന്ന സനാതന അമ്മായിക്കും വല്ലാത്ത ചൊറിച്ചിൽ ഊത്തലൊക്കെ. കാരണം പെട്ടെന്ന് ഈ മുസ്ലിം നാമധാരികളെ കാണുമ്പോഴത്തേക്ക് ഇവർക്കൊരു ചൊറിച്ചിലുണ്ടാവും. പിന്നെ മലപ്പുറം ജില്ലയെ കുറിച്ചിട്ടാണ് പറയുമ്പോഴത്തേക്കും ഇവർക്കൊരു ചൊറിച്ചിലുണ്ടാകും. 55% വരുന്ന മുസ്ലിങ്ങളുള്ള ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. 45% അവിടെ ഹിന്ദുക്കളും ക്രൈസ്തവരും ഒക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ഇത്രയും മതസൗഹാർദ്ദത്തോട് പോകുന്ന ഒരു ജില്ല വേറെ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. അതിനെ എങ്ങനെയെങ്കിലും തകിടം മറിച്ച് അവിടെ നാശകോശമാക്കി RSSന്റെ അജണ്ട നടപ്പാക്കാൻ വേണ്ടി ഇന്ന് തുറന്നു വിട്ടിട്ടുള്ള പിശാചികളാണ് ഇതിന്റെ സാധനങ്ങളൊക്കെ. അതായത് മലപ്പുറം ജില്ലയിൽ കുംഭമേള നടത്താൻ സർക്കാർ അനുവദിക്കുന്നില്ല. ആദ്യം ഇസ്ലാമിന്റെ നെഞ്ചത്തോട്ട് കൊണ്ടുവച്ചു, ഇപ്പൊ സർക്കാർ അനുവദിക്കുന്നില്ലെന്നാണ് പറയുന്നത്. ഈ കുംഭമേള എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? കാരണം കുംഭമേളയിൽ വരുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ്. അവിടെ വരുന്ന സ്വാമിമാരുടെയൊക്കെ ആ രൂപവും വേഷമൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മൾ ആരും അവരെ അധിക്ഷേപിക്കാനൊന്നും നമ്മൾ പോയിട്ടില്ല. വിശ്വാസത്തിന്റെ ഭാഗമായതുകൊണ്ട് അവരത് ചെയ്യുന്നു. പക്ഷെ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു കൾച്ചറുണ്ട്. ആ ഒരു കൾച്ചറിന് അതീതമായിട്ടാണ് ഈ കുംഭമേളയിൽ വരുന്ന ആളുകളെയൊക്കെ നമ്മൾ കാണാറുള്ളത്. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഈ കുംഭമേളയെ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് ആരാ? ഇവിടുത്തെ മുസ്ലിങ്ങൾ വല്ലതാണോ? അല്ലെങ്കിൽ ഇവിടുത്തെ നല്ല ക്രൈസ്തവർ വല്ലതാണോ? ഒരിക്കലുമല്ല. ഈ കോപ്രായം കണ്ടിട്ട് ഇതിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് നമ്മൾ ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ഹൈന്ദവ മത വിശ്വാസികൾ തന്നെയാണ്. കാരണം ഈ കാണിക്കുന്നത് കോപ്രായമാണ്, ഇത് തോന്നിയാസമാണെന്ന് അവർ പറഞ്ഞത്. ഈ പറയുന്ന ഭാരതപ്പുഴ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പുഴ ആയിക്കോട്ടെ, ഒരുത്തൻ്റെയും തന്തയുടെ വകയും അല്ല, നിന്റെ ഒന്നും അച്ഛയ്ക്ക് സ്ത്രീധനവും കിട്ടിയതുമല്ല. അതുകൊണ്ട് തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ അതേ നാണയത്തിൽ തിരിച്ചങ്ങോട്ട് പറയാൻ ഞങ്ങൾ ബാധ്യസ്ഥരാകും എന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. ഇനി വേട്ടാവളിയും പറയുന്നത് എന്താണെന്ന് കേൾക്കണ്ടേ? അത് നമ്മുടെ സഹോദരൻ ഒരു മറുപടിയും കൊടുക്കുന്നുണ്ട്, കേട്ടോ. ഭാരതപ്പുഴ ആരുടെയും അച്ഛൻ്റെയോ അല്ലെങ്കിൽ പാപ്പയുടെയോ തന്തയുടെയോ ഏത് ഭാഷയിൽ വേണോ പറഞ്ഞാൽ ഫാദറുടെയോ പിതാശ്രീയുടെയോ വകയൊന്നുമല്ല. അല്ല, ഈ കാഷായ വേഷം കെട്ടിയ വേട്ടാവളിനെ ഏതാണ് ഈ സന്യാസി എന്ന് വിളിക്കാൻ ഏതായാലും നമ്മളെ കൊണ്ട് പറ്റില്ല. കാരണം സന്യാസിമാരുടെ വായന ഇത്തരത്തിലുള്ള അമേത്യം പുറത്തോട്ട് വരാറില്ല. അവര് എല്ലാം ത്യജിച്ച് സുഖ ലോലുപങ്ങളൊക്കെ ത്യജിച്ച് നല്ലതിനു വേണ്ടി ജീവിക്കുന്ന ആൾക്കാർ. അപ്പൊ അങ്ങനത്തെ ഒരു സന്യാസി എന്നതിൽ ഞാൻ പറയുന്നില്ല. കാഷാവേശം കേട്ടിട്ടുള്ള ഒരു വേട്ടാവളിയൻ കണാരേട്ടൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം എന്താ ഈ കണാരൻ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് നമുക്കറിയാം, മലപ്പുറം തിരുനാവാഴ വെച്ചിട്ട് ഒരു മഹാകുംഭമേള നടത്താനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഈ മഹാകുംഭമേളക്ക് അവസാന നിമിഷത്തിൽ ഒരു സ്റ്റോപ്പ് നോട്ടീസ് വന്നിട്ടുണ്ട്. എന്തിനാണ് ഈ സ്റ്റോപ്പ് നോട്ടീസ് വന്നിട്ട്? റവന്യൂ വില്ലേജ് ഓഫീസിനാണ് വന്നിട്ടുള്ളത് കേട്ടോ, വേറെ ഒന്നുമല്ല. വില്ലേജ് ഓഫീസിന് ഇത് വന്നതിനുള്ള കാരണം അതെന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വലിയ ഡിസ്കഷനിലോടൊന്നും പോകേണ്ട കാര്യമില്ല. എന്നാൽ ഇതിന്റെ ഇടയിൽ ഇങ്ങനത്തെ കുത്തിത്തിരിപ്പന്മാരായിട്ടുള്ള ഇങ്ങനത്തെ വേട്ടാവളിയന്മാർ വന്നിട്ട് ചില ആക്കുമ്പോൾ അവൻ്റെയൊക്കെ കരണക്കുറ്റിക്ക് കാരണം പൊട്ടിച്ച് കഴിഞ്ഞാൽ 32 പല്ലും കൊണ്ട് താഴോട്ട് വീഴ്ത്തിട്ടാലെന്ന് വരെ തോന്നിപ്പോകും. ഈ പറഞ്ഞ തിരുനാവാഴ മലപ്പുറം ജില്ലയിൽ, മലപ്പുറത്ത് അത്രയും ഇപ്പം മുസ്ലിങ്ങളാണ് മലപ്പുറത്ത് ഒരു 60% നിങ്ങൾ കൂട്ട്, ബാക്കി ഒരു 40% ഹിന്ദുക്കളൊക്കെ ഉള്ള സ്ഥലം തന്നെ. ഇവിടെ പാപ്പന്റെയും അല്ലെങ്കിൽ വല്യാപ്പന്റെയും മുസ്ലിങ്ങളെയൊക്കെ ഇതിലോട്ട് വലിച്ചു വിടേണ്ട വല്ല കാര്യമുണ്ടോ? സർക്കാർ വില്ലേജ് ഓഫീസർക്ക് റവന്യൂ വകുപ്പിന് ചില കാര്യങ്ങൾ തോന്നിയത് കൊണ്ട് തൽക്കാലം സ്റ്റോപ്പ് നോട്ടീസ് വന്നത്. ഈ സ്റ്റോപ്പ് നോട്ടീസ് വന്നത് ഇനിയിപ്പോൾ ഈ കുംഭമേള നടത്തണ്ട എന്നുള്ളതുമല്ല. അതൊക്കെയാണ് ഇതിലെ വസ്തുത. ഇതൊന്നും അറിയാണ്ട് വെന്ന് ഇവനെ പോലെ ചിലയ്ക്കുന്ന ഇത്തരത്തിലുള്ള കള്ള ആസാമിമാരുണ്ടല്ലോ, ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് അങ്ങ് എറിഞ്ഞു കളഞ്ഞല്ലോ നമ്മുടെ നാടൊക്കെ എന്നോ രക്ഷപ്പെടും. ഏതായാലും കള്ളസ്വാമി ബാക്കി പറയുന്ന കാര്യങ്ങളോട് കേട്ടു. എന്നിട്ട് യഥാർത്ഥത്തിൽ അവിടെ നടന്ന കാര്യം അവിടുത്തെ തന്നെ ഈ പ്രോഗ്രാം കോർഡിനേറ്റർ ഉണ്ട്, അയാൾ പറയുന്നുണ്ട് എന്താണ് അവിടെ യഥാർത്ഥത്തിൽ നടന്നത് എന്നുള്ളത്. നമുക്ക് കേൾക്കാം. ഇപ്പോൾ കേരളത്തിൽ കുംഭമേള വരുന്നു, മഹാമഹ എന്നാണ് പറഞ്ഞത്. ആ സമയത്ത് ഈ ഭാരതപ്പുഴയുടെ തീരത്ത് മാമാങ്ക വേദിയാണ്, അവിടെയാണ്. അപ്പോൾ ആ സമയത്തും ഇത്തരം തിരുനാവായിൽ ഇത്തരം സംഗമങ്ങൾ നടത്തിയപ്പോഴും ഒരു സമൂഹം യൂട്യൂബിലൂടെയൊക്കെ ആക്രോശമായിട്ട് ഇവിടെ അങ്ങനെ നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല, നാഗസന്യാസിമാർ എന്ത് ചെയ്യും, ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ നമ്മുടെ സംസ്കാരത്തിൽ ചേർന്ന രീതിയിലായിരിക്കും അവിടെ നടത്തും, വസ്ത്രമൊന്നും കാണില്ല എന്നൊക്കെ ഉള്ള ആക്രോശവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാമിജി പറഞ്ഞു ഇവിടെ നടക്കേണ്ട സ്ഥലം നടക്കേണ്ട ചെയ്യും. അപ്പോൾ ഇത്തരം ആചാരങ്ങൾ കേരളത്തിലേക്ക് വരുമ്പോൾ ആർക്കാണ് ഇത് ഭയം? നമുക്കൊരു സുനാമി വരുമ്പോൾ ഭയപ്പെടുന്ന ആരാ? സുനാമി അനുഭവത്തോട് വരുന്നതല്ല.
ഇല്ലേ? ഇത് പറഞ്ഞ പോലെ ഒരുത്തന്റെ അനുവാദം വേണ്ട ഇവിടെ കുംഭമേള നടക്കാൻ. മലർവാണമേ, നിന്നോടൊരു കാര്യം ചോദിച്ചു നോക്കട്ടെ. ഈ സുനാമി ആരുടെ അനുവാദത്തോടെ വരുന്നല്ല. പക്ഷെ സുനാമി വന്നാൽ ഹിന്ദു മുസ്ലിം ഒന്നുമില്ല, എല്ലാത്തിനും തൂക്കും. അപ്പൊ സുനാമിക്ക് അങ്ങനെ വരെങ്കിൽ ഈ മഹാകുംഭമേള അങ്ങനെ വരും, ഇവിടുത്തെ ആൾക്കാരൊക്കെ തീർക്കുന്നതാണ് അതിന്റെ ഉദ്ദേശം. എടാ പരട്ടെ, നീ ഒരു സന്യാസിയാന്നല്ലേ നീ സ്വയം ഈ പറഞ്ഞ സംഖ്യകളെ പേടിപ്പിച്ച് അല്ലെങ്കിൽ പറ്റിച്ച് വെച്ചിരിക്കുന്നത്? അതിൻ്റെതായിട്ടുള്ള കോമൺ സെൻസോടെ നിനക്ക് വാ തുറന്നൂടെ? എന്ത് വലിയ വിട്ടിത്തരങ്ങളൊക്കെ വിളിച്ചു പറയുന്നത്? നാഗസന്യാസിക്ക് വരണമെന്ന് വിചാരിച്ചാൽ നാഗസന്യാസി വന്നിരിക്കും, ആരും ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. പിന്നെ അവർ ചിലർ തുണി ഉടുക്കും, ചിലർ ഉടുക്കാതിരിക്കും. ആരാണ് മുമ്പോട്ട് വരുന്നത് തടസ്സപ്പെടുത്തുന്നത് കാണട്ടെ. അതിനുള്ള ശക്തിയുള്ളവർ ശേഷിയുള്ളവർ ഉണ്ടെങ്കിൽ അവർ മുമ്പോട്ട് വരട്ടെ. ഇവിടുത്തെ ഹിന്ദു ആരാണ് എന്താണ് എന്ന് അവർ അപ്പോൾ അറിയും. ഭാരതപ്പുഴ ആരുടെയും അച്ഛൻ്റെയോ അല്ലെങ്കിൽ ബാപ്പയുടെയോ തന്തയുടെയോ ഇനി ഏത് ഭാഷയിൽ വേണം പറഞ്ഞാൽ ഫാദറുടെയോ പിതാശ്രീയുടെയോ വൈകുന്ന ഗവൺമെന്റ് ആയാലും ഇനി ഏത് സമുദായക്കാരനായാലും മതക്കാരനായാലും മനസ്സിലായി. അതിനുള്ള തപസിന്റെ ശക്തിയും സങ്കല്പവും ചൈതന്യവും ഒക്കെ ഇവിടുത്തെ സന്യാസിക്കുണ്ട്. കാണേണ്ടാത്തവർ വരണ്ട, അത്ര തന്നെ. മുണ്ടെടുത്തേ കാണുള്ളൂ എങ്കിൽ വരണ്ട, മുണ്ടെടുത്തവർ മാത്രം കണ്ടാൽ മതി. മനസ്സിലായില്ലേ? പക്ഷേ ഇവന്റെയൊക്കെ മക്കൾ ജനിക്കുന്നത് മുണ്ടെടുത്തോണ്ടല്ല, അമ്മ ജനിച്ചത് മുണ്ടെടുത്തോണ്ടല്ല, മകൾ ജനിച്ചത് മുണ്ടെടുത്തോണ്ടല്ല. നിങ്ങൾ ആരും പിന്നാലെ വരുന്നില്ല, ഒരു മുസ്ലിമും നിന്റെ പിന്നാലെ വരുന്നില്ല. ഈ ഇടയിലൊക്കെ മുസ്ലിമിനി ബാപ്പനെയും വല്യാപ്പിനെയും കയറ്റി വിടുന്നത് എന്തുകൊണ്ടാറിയോ? നിന്റെ ഒക്കെ കുണ്ടിയിലെ ക്രിമികടി ഉണ്ട്, ഈ മതത്തിന്റെ ക്രിമികടി. ആ ക്രിമികടി ഉള്ളതുകൊണ്ടാണ് നീ ഉമ്മാതിരി ചിലവന്ന് ചിലക്കുന്നത്. ഇനി മുണ്ടുണ്ടോ ഇല്ലയോ, ഇത് ക്ഷേത്രങ്ങളിൽ പോലും പോകുമ്പോൾ എന്നാണ് അവസ്ഥ. അവിടെ പല ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവനൊക്കെ പോയി അതാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. കാരണം ക്ഷേത്രങ്ങളിൽ അത് വെച്ചിരിക്കുന്നതിന്റെ കാരണം അത് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സംസ്കാരമുള്ളവൻ, ആ ഒരു ശീലമുള്ളവൻ ദൈവത്തെ കാണാക്കൂല. മനസ്സിലായി? ഈശ്വര ദർശനത്തിന് ഇതിലേക്ക് മനസ്സ് പറയാതെ പോകുന്നവന് മാത്രമേ സാധിക്കൂ. അപ്പോൾ സന്യാസി നാഗസന്യാസി ഏത് ദീപരണയെ സംബന്ധിച്ച് അവർക്ക് അവർ വസ്ത്രം കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരുടെ പ്രശ്നമല്ല, ഇത് പ്രകൃതിയാണ്. ഇല്ല, നിങ്ങൾ വസ്ത്രം കൊടുക്കാൻ നടക്കണം ഒരു സന്യാസി ആരും ഇതുവരെ പറഞ്ഞില്ല, നാളെയും പറയില്ല. സന്യാസി വസ്ത്രം കൊടുക്കണോ വേണ്ടെന്നുള്ളത് സന്യാസി തീരുമാനിക്കും എന്ന് പറയും. മനസ്സിലായോ? ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഹിജാബിന്റെ ഒരു പ്രശ്നമല്ലോ, വസ്ത്രധാരണം സ്വന്തം സ്വാതന്ത്ര്യമാണ്, ഇത് ഭരണഘടന തന്നിരിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞല്ലോ. സന്യാസിക്ക് അത് ബാധകല്ലേ? വസ്ത്രം ധരിക്കണം വേണമെന്ന് ഏത് തരത്തിലുള്ള ധരിക്കണം സന്യാസി തീരുമാനിക്കും. അവിടെ നടക്കുന്ന കൺസ്ട്രക്ഷനാണ്, അതായത് പാലം നമ്മൾ പണിയുന്നുണ്ട്. കാരണം ഈ ക്ഷേത്രത്തിൽ നിന്ന് ആളുകളെ അപ്പുറത്ത് മണൽപ്പരപ്പിലേക്ക് കടത്തണമെന്നുണ്ടെങ്കിൽ ക്ഷേത്ര പരിസരവും റോഡും എല്ലാം വീതി കുറവും എല്ലാം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മോബ് കൂടുതൽ വരികയാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട മിനിമം സംവിധാനം ഒരുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതാണ് നമ്മൾ ജില്ലാ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിരുന്നത്. അവിടുത്തെ റോഡ് വീതി കുറവാണ്, അവിടുത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യ മൊത്തത്തിലല്ലേ ഇങ്ങോട്ട് വിളിക്കുന്നത് കുംഭമേള. അപ്പോൾ കുംഭമേളക്ക് വിളിക്കുമ്പോൾ ഇത്രയും ആളുകൾ വന്നു കഴിഞ്ഞാൽ റോഡുകൾ വീതി കുറവാണ്, തിക്കും തിരക്കുണ്ടാവും, ആളുകൾ ശ്വാസം മുട്ടി മരിക്കും. അല്ലെങ്കിൽ ഇത്രയും ചെറിയൊരു കവുങ്ങുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇത്രയും ചെറിയ പാലത്തിലൂടെ ലക്ഷങ്ങൾ പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ വീണ് വെള്ളത്തിൽ മുങ്ങി മരിക്കും. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് പാടില്ല, അതല്ല അങ്ങനെയല്ല ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് അതിന്റെ കോർഡിനേറ്റർ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്. കുംഭമേളക്ക് ഇവിടെ ഒരു സർക്കാരും ഒരു റവന്യൂ ഒരു വാപ്പാന്റെ ചുള്ളിക്കമ്പും ഇവിടെ ഒരു പ്രശ്നങ്ങളും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. അപ്പൊ ഈ സത്യം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും അതിന്റെ ഇടയിൽ കൂടെ നല്ല വർഗീയത പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഇവനെ പോലത്തെ ചെക്തലകൾക്കൊന്നും ഉറക്കം വരാത്തൊരവസ്ഥ ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വന്ന് ചലച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അത് മാത്രമല്ല, ഇത് കണ്ടിട്ട് ഇത് മൂത്ത, അതായത് ചില മൂത്ത സംഗീണികൾ നമ്മുടെ നാട്ടിൽ വല്ലാണ്ടുണ്ടല്ലോ, ആ കൂട്ടത്തിൽപ്പെട്ട ഒരു സംഗീണിയുടെ പോസ്റ്റ് കണ്ടു നോക്ക്. ആചാരങ്ങൾ തടയാൻ അയാളുടെ മലപ്പുറം മരുമോന്റെ വാപ്പ വിചാരിച്ചാലും നടക്കില്ല, പിന്നല്ലേ കുംഭമേള. സത്യത്തിൽ ഈ അയാൾ എന്ന് ഉദ്ദേശിച്ചത് പിണറായി വിജയനായിരിക്കും. പിണറായി വിജയന്റെ മലപ്പുറം മരുമോനല്ല, മുപ്പര് കോഴിക്കോട്ടുകാരനാ, റിയാസ് കോഴിക്കോട്ടുകാരനാ. ഈ റിയാസിന്റെ വാപ്പയും ഏതാണെങ്കിലും കുംഭമേളന്റെ പാലത്തിന് ഉറപ്പില്ല, അതുകൊണ്ട് കുംഭമേള സ്റ്റോപ്പ് ചെയ്തൊന്നും പറഞ്ഞിട്ടില്ല. വെറുതെ എന്തിനാണ് ഒരു മുസ്ലിം വിരോധം അത് കൊണ്ടുവരാനല്ലേ വാപ്പന്റെ വാപ്പിനൊക്കെ വിളിച്ചത്? നീയും നിന്റെ അച്ഛനും അച്ഛൻ്റെ അച്ഛനൊക്കെ ഏത് അവസ്ഥയെ ജീവിച്ചാന്ന് പടച്ചമ്പരാനല്ലേ അറിയുള്ളൂ. എന്തിനാണ് ഇതിന്റെ ഇടക്ക് ഒന്നിലും വിടാത്ത ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഈ ഭാഗത്ത് പോലും ഇല്ലാത്ത, ചിലപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും അറിയാത്ത വാപ്പാനൊക്കെ ഇതിലോട്ട് വിളിച്ചു വരുത്തേണ്ട വല്ല കാര്യമുണ്ടോ നിനക്കൊക്കെ? എടാ വിവരം കെട്ട വിവരദോഷി, കാഷായ വസ്ത്രവും ഉടുത്തോണ്ട് വന്നിട്ട് മണ്ടത്തരം പറയുന്ന മരമണ്ട, നിന്നെ ഞാൻ എന്ത് ഭാഷയിലാണ് പറയേണ്ടത്? അതായത് ഈ കുംഭമേള നടക്കാൻ പോകുന്ന സ്ഥലത്ത് അതിനുള്ള സൗകര്യമില്ല എന്നുള്ളത് അതിൻ്റെ നടത്തിപ്പുകാരായിട്ടുള്ള ഒരാളാണ് ഇപ്പം നിങ്ങളോട് പറഞ്ഞത്. അതായത് അദ്ദേഹം ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടതാണ്, അടിസ്ഥാന സൗകര്യങ്ങൾ കുറവാണ്, റോഡിന് വീതി കുറവാണ്, പാലത്തിൻ്റെ പണി പൂർത്തിയാകണം, അതുകൊണ്ടാണ് ഇതിവിടെ നടത്താൻ പാടില്ല എന്ന് അവർ പറഞ്ഞു. അല്ലാതെ ഏതെങ്കിലും മുസ്ലിം വന്നിട്ട് ഇവിടെ കുംഭമേള നടത്തത്തില്ല എന്ന് നിൻ്റെ അടുത്ത് വന്നിട്ട് വെല്ലുവിളിച്ചു. എടാ, ഇതുപോലുള്ള നാറികൾ ഈ സമൂഹത്തിൽ നാശം വിതയ്ക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ചില ക്ഷുദ്രജീവികളാ. ഇവനെയൊക്കെ സാമി എന്നൊന്നും ആരും വിളിച്ചു പോരുത്. സംഘപരിവാറിന് വേണ്ടി വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്ന ചില വൃത്തികെട്ട കൂതറകളാണ് ഇതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ നീയൊക്കെ തുണി ഉടുത്ത് നടക്കുകയോ നീയൊക്കെ തുണി ഉടുക്കാതെ നടക്കുകയോ അതൊക്കെ നിന്റെ സൗകര്യം, നിന്റെ കൾച്ചർ. ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. ജനിക്കുമ്പം നീയും ഈ പറയുന്നതൊക്കെ തുണി ഉടുക്കാതെ ആണല്ലോ ഇങ്ങോട്ട് വന്നത്, അല്ലാതെ ജനിച്ചപ്പോൾ നീ കാഷായ വസ്ത്രത്തിൽ നിന്നല്ലല്ലോ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. അതുകൊണ്ട് വിവരക്കേടും പൊട്ടത്തരവും വിളിച്ച് പറയല്ലടാ മരമണ്ട. നിന്നൊക്കെ എങ്ങനെയാടാ സാമി എന്നൊക്കെ ആൾക്കാർ കയറി വിളിക്കുന്നത്? സത്യം പറയാമല്ലോ, അത്രത്തോളം മതം പതിച്ചു പോയിരിക്കുന്നു നമ്മുടെ കേരളത്തിലെ ചില കൂട്ടർ എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. എന്തായാലും നിങ്ങൾ കേട്ടല്ലോ അല്ലോ വീഡിയോ. മലപ്പുറത്ത് കുംഭമേള നടത്താൻ സമ്മതിക്കത്തില്ല എന്ന് മുസ്ലിങ്ങൾ പറഞ്ഞു. അത് നിങ്ങളുടെ ബാപ്പ വിചാരിച്ചാലും നടക്കുന്നത്. നിന്റെ അച്ഛൻ്റെ ഒന്നും സർവാട് സ്വത്തൊന്നും അല്ലടായത്. നിനക്കൊന്നും ഈ രാജ്യത്തിൻ്റെ പുരോഗതിയിൽ ഒരു പങ്കുമില്ലാത്തവന്മാരാ. ഈ രാജ്യം മൊത്തം മറ്റുള്ള രാജ്യക്കാരുടെ മുമ്പിൽ തല കുനിപ്പിക്കാനും നാണം കെടുത്താനും വേണ്ടിയുള്ള പ്രവർത്തികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നവന്മാരുടെ പേരാണ് സംഘിവാണങ്ങൾ, തീട്ടങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പച്ച മലയാളത്തിൽ അങ്ങോട്ട് പറയാം. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിന് ബാക്കിയുള്ള മറുപടി ഇനി നിങ്ങൾ കൊടുക്കുക. ഞാൻ മടുത്തു, എനിക്ക് വയ്യ. ഓക്കെ.
അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.